2025 മാർച്ച് +2 കെമിസ്ട്രിയിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫോർ എ റിയാക്ഷൻ എ പ്ലോട്ട് ബിറ്റ്വീൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ആർ ആൻഡ് ടൈം ടി ഈസ് ആസ് ഷോൺ ബിലോ. ദി ഓർഡർ ഓഫ് ദി റിയാക്ഷൻ ഈസ് ഡാഷ്. അപ്പോൾ ഒരു ഗ്രാഫ് തന്നിട്ട് ഈ റിയാക്ഷൻ്റെ ഓർഡർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ യൂണിറ്റ് 3 കെമിക്കൽ കൈനറ്റിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്, നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനും സീറോ ഓർഡർ റിയാക്ഷനുമാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 2 ഓർഡർ റിയാക്ഷൻസിൻ്റെയും ഗ്രാഫ് നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രാഫ് നോക്കി ഏത് ഓർഡറിലുള്ള റിയാക്ഷനാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഗ്രാഫ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഗ്രാഫ് വരച്ചിരിക്കുന്നത് ഒരു ഇക്വേഷനെ ബേസ് ചെയ്താണ്. ആ ഇക്വേഷൻ നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുള്ളതാണ്. ആ ഇക്വേഷനിൽ നിന്ന് ഒരുപാട് ഡെറിവേഷനൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ആർ ഈക്വൽസ് -KT + R0. ഇനി ഈ ഇക്വേഷനെ നമ്മൾ നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ, മാത്സിൽ പഠിച്ചിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ y = mx + u ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. വൈയുടെ സ്ഥാനത്ത് ആരാണ്? കോൺസെൻട്രേഷൻ ഓഫ് ആർ. എം സ്ലോപ്പിൻ്റെ സ്ഥാനത്ത് -K, എക്സിൻ്റെ സ്ഥാനത്ത് T, അതുപോലെ സിയുടെ സ്ഥാനത്ത് y ഇൻ്റർസെപ്റ്റ് ആണ് സിയുടെ സ്ഥാനത്ത് R0 ആണ്. അപ്പോൾ നമ്മൾ വൈയും എക്സും എടുത്ത്, അതായത് കോൺസെൻട്രേഷൻ ഓഫ് ആറും ടിയും എടുത്ത് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അപ്പോൾ ആ സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പിൻ്റെ സ്ഥാനത്ത് ആരാണ്? -K. അതുപോലെ ഇതിൻ്റെ y ഇൻ്റർസെപ്റ്റ്, അതായത് ഈ ഗ്രാഫ് y ആക്സിസിൽ മുട്ടുന്ന പോയിന്റ്, ആ പോയിന്റ് എന്തായിരിക്കും? R0 ആയിരിക്കും. R0 എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് അറ്റ് ടൈം ഈക്വൽസ് 0, അതായത് തുടങ്ങുന്ന സമയത്തുള്ള കോൺസെൻട്രേഷനാണ് R0. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആറും കോൺസെൻട്രേഷൻ ഓഫ് ആറും ടൈമും എടുത്തു വരയ്ക്കുന്ന ഗ്രാഫാണ് സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഗ്രാഫ്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും, അതുപോലെ y ഇൻ്റർസെപ്റ്റ് എന്തായിരിക്കും എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് നമുക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഗ്രാഫ് നോക്കാം. അപ്പോൾ ഈ ഗ്രാഫ് 2 രീതിയിൽ വരയ്ക്കാൻ പറ്റും. ഒന്നാമത്തത് LNR, റിയാക്റ്റൻറ്റിൻ്റെ നാച്ചുറൽ ലോഗും ടിയും എടുത്ത് നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. അതുപോലെ തന്നെ ലോഗ് R0/Rഉം ടിയും എടുത്തും ഗ്രാഫ് വരയ്ക്കാം. ഇങ്ങനെ 2 രീതിയിൽ ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ ഈ 2 രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ സ്ലോപ്പ് തമ്മിലുള്ള വ്യത്യാസം നോക്കണം. ആദ്യത്തേതിൻ്റെ സ്ലോപ്പ് -K ആണ്, നമ്മൾ സീറോ ഓർഡർ റിയാക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ. അതിൻ്റെ y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് LN/R0 ആണ്. ഇവിടെ LN കൂടി വന്നു എന്നേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ രീതിയിൽ വരയ്ക്കുമ്പോൾ, അതായത് ലോഗ് R0/Rഉം ടിയും എടുത്ത് ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. പക്ഷേ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് K/2.303 ആണ്. അപ്പോൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതെങ്ങനെയാണെന്നും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഗ്രാഫ് നോക്കാം. ഇതിൽ LNRഉം ടിയും എടുത്താണ് നമ്മൾ ഗ്രാഫ് വരച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സീറോ ഓർഡർ റിയാക്ഷൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ഗ്രാഫും ഒരു ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ആ ഇക്വേഷനിൽ എന്തുകൂടി വന്നിട്ടുണ്ട്? LN എന്നുകൂടി വന്നിട്ടുണ്ട്, നാച്ചുറൽ ലോഗ് കൂടി വന്നിട്ടുണ്ട്. LNR ഈക്വൽസ് -KT + LNR0. സീറോ ഓർഡർ റിയാക്ഷനും ഇതുമായിട്ട് എന്താ ഒരു വ്യത്യാസം വന്നത്? ഒരു LN കൂടി ചേർത്തിട്ടുണ്ട്, ആറിനും R0യുടെ മുമ്പിലായിട്ട്. അപ്പോൾ ഇവിടെ y ആക്സിസിൽ എടുത്തിരിക്കുന്നത് LNR, എക്സ് ആക്സിസിൽ എടുത്തിരിക്കുന്നത് T. അപ്പോൾ സ്ലോപ്പിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് എന്താണ്? -K ആണ്. അത് സീറോ ഓർഡർ റിയാക്ഷനിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ്. ഇനി y ഇൻ്റർസെപ്റ്റിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് സീറോ ഓർഡർ റിയാക്ഷനിൽ R0 ആയിരുന്നു, ഇവിടെ എന്താണ്? LNR0. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് വെച്ച് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് മറന്നു പോകില്ല. ഇനി അടുത്ത ഗ്രാഫ് നോക്കിക്കേ. ഇതും ഒരു ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ട് വരച്ചിരിക്കുന്ന ഗ്രാഫാണ്. ഇക്വേഷൻ ഏതാണ്? ലോഗ് R0/R ഈക്വൽസ് KT/2.303. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഡെറിവേഷനൊക്കെ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇക്വേഷനൊക്കെ എന്താണെന്നൊക്കെ മനസ്സിലാകും. ഇപ്പോൾ ജസ്റ്റ് ആ ഇക്വേഷൻ മാത്രം ഒന്ന് നോക്കുക. ലോഗ് R0/R ഈക്വൽസ് KT/2.303. അപ്പോൾ ഇതിൽ നമുക്ക് y ഇൻ്റർസെപ്റ്റ് ഇല്ലെന്ന് കാണാം. അതുപോലെ തന്നെ നമ്മുടെ സ്ലോപ്പായിട്ട് വരുന്നത് എന്താണ്? ടിയുടെ കൂടെ കിടക്കുന്ന K/2.303, അതാണ് സ്ലോപ്പായിട്ട് വരുന്നത്. എക്സ് ആക്സിൽ എടുത്തിരിക്കുന്നത് ടിയും ടൈമും, y ആക്സിസിൽ എടുത്തിരിക്കുന്നത് ലോഗ് R0/Rഉമാണ്. അപ്പോൾ ഈ ഇക്വേഷനും കൂടി മനസ്സിലാക്കി വെച്ച് നമ്മൾ ഈ ഗ്രാഫ് പഠിക്കുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് മറന്നു പോകില്ല. അപ്പോൾ ഈ 3 ഗ്രാഫും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെയും സീറോ ഓർഡർ റിയാക്ഷൻ്റെയും ഗ്രാഫുകൾ തറവായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ 3 ഗ്രാഫും പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ്? സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഗ്രാഫാണ് നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.